മജു ചോദിക്കാനുള്ള അല്ലല്ല സോറി അതല്ല ഒരു ഫോട്ടോന് പോസ്റ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാതെ ഈ ചങ്ങായിയാണ് ഈ ആക്ടേഴ്സിനെ ട്രോളിക്കൊണ്ടിരിക്കുന്നത്. അത്ര ഉറപ്പില്ലല്ലോ നിങ്ങൾക്ക്. ട്രൈ ചെയ്തിരുന്നു പക്ഷെ അത് സക്സസ് ആയില്ല. അതാണ് നിങ്ങൾ പറഞ്ഞൊരു ടോൺ. എനിക്ക് ചോദ്യം മുഴുവച്ചിട്ടില്ല. പടം കാണാൻ പറഞ്ഞില്ല പേരിലും കഥാപാത്രങ്ങളുടെ ലുക്കിലും ഒക്കെ വ്യത്യസ്തമായിട്ട് ഒരു ചിത്രം വരുന്നുണ്ട്. പെരുമാനി. പെരുമാനിയിലെ പ്രധാനപ്പെട്ട ആൾ, പെരുമാനിയിലെ നാട്ടുകാരാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ അവരാരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമുക്ക് അല്ല, കൂട്ടത്തിലൊട്ടും പോപ്പുലർ അല്ലാത്ത ഒരാൾ മിക്കവാറും. പക്ഷെ എന്റെ പ്രതീക്ഷയാണ് ആൾക്കാർ തിയേറ്ററിലേക്ക് വരിക. എന്താണ് ശരിക്കും പെരുമാനി എന്നുള്ള പേര് എവിടുന്നാ കിട്ടിയത്? പെരുമാനി ഒരു നാടുണ്ട്, എൻ്റെ ഉമ്മയുടെ നാട് പെരുമാനിയാണ്. പക്ഷെ ആ നാട് മാത്രമേ എടുത്തിട്ടുള്ളൂ, ആ പേര് മാത്രമേ എടുത്തിട്ടുള്ളൂ, നാട്ടുകാരെ എടുത്തിട്ടില്ല. എടുത്തെന്ന് പറഞ്ഞാൽ അവരെല്ലാത്തിനും സ്റ്റേ കൊടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് സിനിമക്ക് ചിലപ്പോൾ സ്റ്റേ വരും. അതുകൊണ്ട് പറഞ്ഞു ഓർമ്മിപ്പിച്ചത് അത് കട്ട് ചെയ്തേക്ക്. അപ്പൊ അല്ല, ആ ഗ്രാമത്തിൽ ആരും എടുത്തിട്ടില്ല. ആ പേര്, ഗ്രാമത്തിന്റെ പേര് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൽ കൂടുതൽ കഥാപാത്രങ്ങൾ എൻ്റെ നാട്ടിലെ കുറെ ആൾക്കാരെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ മാനരസങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഏത് നാടാണ് അത്? പിന്നെ എൻ്റെ നാട് കുഴുവേലിപ്പടി പഞ്ചായത്ത് റോഡ് എന്ന് പറഞ്ഞൊരു നാടുണ്ട്. അവിടെ ഈ പുക്കാട്ടുപടിക്കൊക്കെ അടുത്ത്. എന്ത് കാര്യം, എന്തൊരു ദുരുദ്ദേശമുണ്ട്. ഒരു ദുരുദ്ദേശമില്ല, ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെ ഈ കുറച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ ഒരുപാട് പടങ്ങൾ ചെയ്യുന്നതിൽ ഒന്നും മറ്റൊന്നുമായിട്ട് സാദൃശ്യമില്ലാത്ത പടങ്ങൾ പ്രത്യേകം ചെയ്യാൻ താല്പര്യമെടുത്ത് അല്ലെങ്കിൽ ഞാൻ പറയാതെ ഒരുപാട് പടങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ലല്ല സോറി അതല്ല, നിങ്ങൾ പറഞ്ഞില്ലേ വിനയ് ഒരുപാട് ചിത്രങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിച്ച അടുത്തവർ ഒന്നും അങ്ങോട്ട് വർക്കാവുന്നില്ല അങ്ങനെ പറയും. പക്ഷെ ആട്ടോ ഞാൻ വെറുതെ പറഞ്ഞോ തമാശ. ഇത് അതിന്റെ അല്ല ഞാൻ പറയുന്നത്. ഏറ്റവും ബേസിക് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ ഇന്റർവ്യൂ അദ്ദേഹത്തോട് സംസാരിക്കാൻ, പൂർണ്ണമായിട്ട് സംസാരിക്കാൻ, ചോദ്യം പൂർത്തിയാക്കാൻ സമ്മതിക്കണം. രംഗബോധമില്ലാത്തൊരു കോമാളിനെ പോലെ ബിഹേവ് ചെയ്യുന്നു. എനിക്കൊന്നും വലിയ പരിചയമല്ലോ. എന്നാ പറ, ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈ പെരുമാനിയിലേക്ക് ആകർഷിച്ച ഒരു ഘടകം പേര് മാത്രമാണോ അതോ കഥാപാത്രം? ആകർഷിച്ച ഘടകം എന്ന് പറയാൻ വേണ്ടിയിട്ട് മജു ഞാനും കൂടെയുള്ള കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 5-6 വർഷം മുമ്പാണ്, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. അന്ന് ഇദ്ദേഹം എന്നെ വിളിച്ചത് ഈ സിനിമ, ഇദ്ദേഹം ആദ്യമായിട്ട് എഴുതിയ തിരക്കഥയാണ് പെരുമാനി. അപ്പോൾ അന്ന് ആ സിനിമ ചെയ്യാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഈ കഥാപാത്രം ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിലാണ് ഇദ്ദേഹം എന്നെ വിളിച്ചിരിക്കുന്നത്. അന്ന് ഞങ്ങൾ സംസാരിച്ചു. പിന്നെ അതിൽ നിന്ന് വേറൊരു സിനിമയിലേക്ക് എത്തി. ആ സിനിമ കുറച്ച് നാൾ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തു. പിന്നെ റീസെൻ്റ്ലി അതെല്ലാം ആയി കഴിഞ്ഞപ്പോൾ വേറൊരു ബ്ലോക്ക് ബസ്റ്ററുടെ ചിത്രം വന്നിട്ട് താൽക്കാലികമായിട്ട് ആ സിനിമ ഇപ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുക. ആ സിനിമ ഇനിയും ചെയ്യാനുള്ള വൺ സ്പേസ് ഉണ്ട്. വെരി വെൽ റിട്ടൺ, ബ്യൂട്ടിഫുൾ സ്ക്രിപ്റ്റ് അത്. അപ്പോൾ ഈ സിനിമ തുടങ്ങാതെ പുള്ളി എന്നെ വിളിച്ചില്ല. പുള്ളി വേറൊരു നടനെ കൺസിഡർ ചെയ്തു. കുറച്ചും കൂടി മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരുപാട് സിനിമകൾ അഭിനയിക്കുന്ന ഒരാളെ വെച്ചിട്ട് മുന്നോട്ട് പോകാൻ ഇയാൾ തീരുമാനിച്ചു. അപ്പോൾ ഇയാൾ ഫോൺ എടുക്കില്ല, ആരും വിളിച്ചാലും ഫോൺ എടുക്കില്ല. എന്തെങ്കിലും നിങ്ങൾ ഫോൺ ഇല്ല, രണ്ടുപേരും പറയട്ടെ. ഞാൻ എന്റെ വാക്ക് തിരിച്ചെടുത്തോളാം. രണ്ടുപേരും പറയട്ടെ. ചരിത്രത്തില് എന്റെ ലൈഫ് ടൈമിൽ ഇങ്ങനെ ഫോൺ എടുക്കാത്തൊരു മനുഷ്യനില്ല. നന്നായി ഫോൺ എടുത്തുകൊണ്ടിരുന്ന ഒരാളാണ് ഷംസു എന്ന് പറഞ്ഞിട്ട്. ഷംസു ആണ് ഈ സിനിമയുടെ ഓൾ ഇൻ ഓൾ. എപ്പോൾ വിളിച്ചാലും ഫോൺ എടുത്തിരുന്ന ആളാണ്. ഇയാളുടെ കൂടെ അവനും എടുക്കണ്ടേ. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അപ്പം ഫോൺ എടുക്കാത്തതിൻ്റെ നീരസം കാരണം ഞാൻ കുറച്ച് ആൾ ഫോൺ ചെയ്തില്ല. പിന്നെ പെട്ടെന്ന് എനിക്ക് ഇയാൾ ഓർമ്മ വരിക എന്തോ ചെയ്തിട്ട് ഞാൻ ഇയാളെ വെറുതെ വിളിക്കുകയാണ്. ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, മജു എന്തൊക്കെയുണ്ട്, ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്, സുഖമാണോ എന്നൊക്കെ വിചാരിച്ചു, ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വെറുതെ വിളിച്ചാണ്. പറഞ്ഞു ഇതേപോലെ ഒരു സിനിമ ചെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ ലുക്കും വേറെ ഒരു ആക്ടറിൻ്റെ പേര് പറഞ്ഞു. പുള്ളി 365 ദിവസം ഷൂട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ പുള്ളിയാണെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ മജു കൊള്ളാൻ മതി. അതായത് നമ്മൾ ഇത്ര വർഷങ്ങൾ ഒരുമിച്ച് ഒരു ഫിലിം മേക്കറായിട്ട് ഒരു പ്രൊജക്റ്റിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ നിന്നിട്ട് നിങ്ങൾ എന്നെ കാസ്റ്റ് ചെയ്തില്ല, അടിപൊളിയായിട്ടുണ്ട് മജു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പതുക്കെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്ത് തുടങ്ങി. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഇത് ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് നിന്നെ, അപ്പോൾ നിങ്ങളിപ്പോൾ വേറെ ലീഡ് റോളൊക്കെ ചെയ്യുന്നതുകൊണ്ടിട്ട് എന്നൊക്കെ പുള്ളിയുടെ തിരുവാതിര സൈഡിൽ
അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും പ്രശ്നമില്ല മഞ്ജു, ഞാൻ അധികം സിനിമ ചെയ്യുന്നില്ല, ഞാൻ ഒരു സിനിമയാണ് അറ്റ് എ ടൈം ചെയ്യുന്നത്. അപ്പോൾ അത് പിന്നെ അടുത്തൊരു സുഹൃത്തിൻ്റെ സിനിമയാകുമ്പോൾ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചിട്ട് ഒരു കാര്യം കൂടെ തന്നെ ഇതിനിടയിലുണ്ടല്ലോ, ഞാൻ ഫിക്സ് ചെയ്ത ആക്ടർ ഉണ്ടല്ലോ, അങ്ങേരെ കുറിച്ച് പറയാത്ത നെഗറ്റിവിറ്റി ഒന്നുമില്ല. ഞാൻ പേടിച്ചു ഇനി ഇയാളെയൊക്കെ വെച്ച് ചെയ്യാൻ കൊടുക്കോ. നെഗറ്റിവിറ്റി ഒന്നും പറഞ്ഞില്ല, നെഗറ്റിവിറ്റി അല്ല ഞാൻ പറഞ്ഞത്. അയാള് 365 ദിവസം ഷൂട്ട് ചെയ്യും. ഇപ്പം ഞാനല്ല, ഇപ്പം ഞങ്ങളൊക്കെ സാധാരണ ആക്ടേഴ്സാണ്. ഞാൻ പിന്നെ വലിയ ആക്ടേഴ്സ് ഈ ഫുൾ ടൈം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര മോണോട്ടോണസ് ആവും, നമുക്ക് പുതിയതായിട്ടൊന്നും ഓഫർ ഇല്ലാണ്ട് ചെയ്യാൻ. അതൊക്കെ കൊണ്ടിട്ട് നമ്മൾ അധികം സിനിമകളിലേക്ക് എത്തിപ്പെടുത്തും. ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ 365 ദിവസം ഷൂട്ട് ചെയ്യാനുള്ള സിനിമകളുണ്ടാവും. നല്ല സിനിമകളാണോന്നില്ല. അപ്പോൾ അത് മാത്രം ഞാൻ പറഞ്ഞു, ആ ഒരൊറ്റ കോളിൽ ഞാൻ ഇയാളെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്ത് മൈൻഡ് ഗെയിം കളിച്ചിട്ട് അങ്ങനെയാണ് എനിക്ക് ഈ റോള് ഞാൻ പിടിച്ചു വാങ്ങി. അതാണ് എൻ്റെ കേസ്. ഈ സണ്ണിയുടെ കേസ് ഞാൻ പറയട്ടെ. ഇതിന്റെ ഇടയില് അല്ലല്ല ഇതിന്റെ ഇടയില് ഇങ്ങേരെ അടുത്ത് ഇത് ഞാനിത് ആദ്യം പറയണ്ട, മാജു നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടിയൊക്കെ നോക്കാം, ഇങ്ങനത്തെ ഇത് നമുക്ക് ചെയ്യേണ്ടത്. പിന്നെ അപ്പൊ ഇത് കഥയൊന്നും കേൾക്കൂല കേട്ടോ. പിന്നെ പുള്ളിയോട് എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തിനും വിളിക്കാം, എപ്പോൾ എന്ത് വേണമെങ്കിലും, എനിക്ക് എന്തെങ്കിലും പൈസ ഒക്കെ വേണമെങ്കിൽ അപ്പോൾ വിളിച്ച് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ്. അപ്പോൾ എനിക്ക് എന്ത് ചോദിക്കാം. അപ്പോൾ ഞാൻ അപ്പോൾ പുള്ളി പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ മജു അപ്പം കഴിഞ്ഞല്ലേ വേറൊരു പരിപാടി പിടിക്കാം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ തള്ളും. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു പെട്ടെന്ന് അങ്ങനെ ഒരു പരിപാടിയിലേക്കൊന്നും ഇപ്പോൾ പോകാനുള്ള ഒരു പ്ലാനിങ് ഇല്ല. അപ്പോൾ ഈ ഒരു പരിപാടി ചെയ്യാം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് പല ആക്ടേഴ്സിനെ ഞാൻ നോക്കി, പല ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാരും പരിപാടിയൊക്കെ നോക്കി. അപ്പം അല്ലല്ല അപ്പോൾ അങ്ങനെ ഒരാളെയും നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഷൂട്ട് തുടങ്ങാനായിട്ട് എനിക്ക് പേടിയായി തുടങ്ങി. ഇനി 10-15 ദിവസമുള്ളൂ, ഒരാളും ഇല്ല, വേറെ ആരെങ്കിലും കിട്ടിയില്ല. 1-2 പേരെ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്കൊരു ധൈര്യമല്ല. ഇങ്ങനോടൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനോട് ചോദിക്കും. ഇത് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ പോലത്തെ ഒരു താപ്പാന വേറെ ഇല്ല. കാര്യം എന്താണെന്നറിയോ, ഇയാളുടെ മനസ്സിൽ വളരെ വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും കറക്റ്റായിട്ട് തീരുമാനം ഉണ്ടാവും. ഒരു കാര്യമില്ലാണ്ട് നമ്മളോട് ചോദിക്കും. പിന്നെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിന് പറ്റിയ ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആരെയും കാസ്റ്റ് ചെയ്യുകയോ ജാടല്ല, പുള്ളിയുടെ ഒരു രീതിയാണത്. ഇപ്പൊ നമ്മളൊരു ഷോട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പുള്ളിയുടെ മനസ്സിലൊരു ധാരണ ഉണ്ടാവും. പുള്ളി ആ ഷോട്ട് അങ്ങനെ ചെയ്യാൻ പറയണമെന്നില്ല, നമ്മളെ കൊണ്ട് 2-3 തവണ ചെയ്യിച്ചിട്ട് പുള്ളിക്ക് എന്ത് വേണം അതിലേക്ക് പുള്ളി എത്തിക്കും. അത് ആ ഒരു നിലപാട് എല്ലാത്തിലും ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല്, അപ്പൊ ഞാൻ ഇവരോടൊക്കെ ചോദിക്കുന്നുണ്ട്, എനിക്കിങ്ങനെ ആളെ ഒരു ഇത് കിട്ടുന്നില്ല. അവസാനം നോക്കി കഴിഞ്ഞപ്പോ അത്ര സുഖകരമല്ലാത്ത കാസ്റ്റിങ്ങിനെ കുറിച്ച് അടക്കം പുള്ളി ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ലാസ്റ്റ് സണ്ണി വിളിക്കുന്നു, സണ്ണി ഈ അടുത്ത കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ ഫ്രീ ആണോ? അപ്പോൾ എന്താ പരിപാടി? ഞാൻ ഇങ്ങനെ ഒരു പടത്തിൽ വന്നിട്ട് റോൾ ചെയ്യും, വെറും 10 ദിവസം മതി നിങ്ങൾ വന്ന് ചെയ്യുന്ന പറഞ്ഞു. എന്നാൽ പിന്നെ വരാം എന്ന് പുള്ളി പറഞ്ഞു. അങ്ങനെയാണ് ഇതിനകത്തേക്ക് വരുന്നത്. 10 ദിവസത്തെ പറഞ്ഞാൽ തുടങ്ങി 45-ാമത്തെ ദിവസം പുള്ളിയെ വിടുന്നത്. എന്നാലും പുള്ളി എന്തായാലും അതിനകത്ത് അങ്ങനെയാണ് സണ്ണി ഇതിനകത്ത് വരുന്നത്. പിന്നെ നവാസ് എന്ന് പറഞ്ഞാൽ പിന്നെ മാമുക്കോയുടെ മരണത്തിന് ശേഷം വേറൊരു ഓപ്ഷൻ ഇല്ല, വേറൊരു ഓപ്ഷൻ ഇല്ല അല്ലേ? അത് 365 ദിവസം പണിയെടുക്കുന്ന ആളാണ്. ഫുൾ ടൈം ഷൂട്ടിംഗ് ആയിട്ട്. എന്നിട്ട് സൗഹൃദത്തിൽ വിളിച്ചിട്ട് നവാസ് എന്തൊക്കെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിനയ് എങ്കിലും നീ ആ സിനിമയിൽ എന്നെ അഭിനയിപ്പിച്ചില്ല എന്നൊക്കെ പറയും. ഞാൻ പിന്നെ നവാസ് ചെയ്യുന്നതിന് പകുതി സിനിമ ഞാൻ ചെയ്യുന്നുണ്ടാവില്ല. സണ്ണി ഈ അപ്പനിൽ കണ്ട ലുക്കല്ല പെരുമാനിലെത്തിയപ്പോ ലുക്ക് മാറ്റണം എന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു ആദ്യം? ഞാൻ നല്ല സുന്ദരനായിട്ട് നല്ല ഇത്രയും മുടിയൊക്കെ നീട്ടിയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് വരെയായിരുന്നു, ഡേറ്റ് ഒക്കെ കൊടുത്തിട്ട്. പക്ഷെ എനിക്കറിയില്ല ഇങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സിനും ഇങ്ങനത്തെ ലുക്കുകളൊക്കെ ഉണ്ടെന്ന്. ഇതിന്റെ മുന്നുള്ള സംഭവം ചിലപ്പോൾ പഴയ സിനിമയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ലുക്ക് ടെസ്റ്റും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് നേരെ ലൊക്കേഷനിലേക്കാ പോയത്. സമയമില്ലായിരുന്നു ലാസ്റ്റ് ടൈം. മുടി വെട്ടാൻ പറഞ്ഞു, പക്ഷെ ഞാൻ വിചാരിച്ചു ഇത്രയും വെട്ടുന്ന് വിചാരിച്ചില്ല. പക്ഷെ തമർത്തി മീശയും പിടിച്ചു. പക്ഷെ കാര്യം ഉണ്ടായില്ല, ഫുൾ ടൈം തൊപ്പിയുണ്ടായതല്ലേ അല്ലേ? അതിനകത്ത് എന്തോ ഒരു സംഭവം പറയാനുണ്ട്. ഈ ഹൃദയവേദനയോട് കൂടിയാണോ മുടി മുറിച്ചത്? അയ്യോ, ഇങ്ങനെ മുടിയൊക്കെ ഭയങ്കര കോൺഷ്യസ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല, ഭയങ്കര ആഗ്രഹങ്ങളാ. ഈ സിനിമ ചെയ്തില്ലെങ്കിൽ വേണ്ടില്ല, എനിക്ക് ഇങ്ങനെയൊക്കെ നടക്കണം അങ്ങനെ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ കുറേ അലഞ്ഞു തിരിഞ്ഞ് നടക്കണം, ഏതെങ്കിലും പെട്ടിക്കടയിൽ നിന്ന് എന്തെങ്കിലും ചായ കുടിച്ച് അതിലൊക്കെ ഇറങ്ങി നടക്കണം,
ഇങ്ങനത്തെ ഒരു ചിന്താഗതിയാണ്. അപ്പോൾ സിനിമ അത് കഥ കേൾക്കാൻ പറഞ്ഞാൽ കഥ കേൾക്കാനും താല്പര്യം ഉണ്ടാവുമല്ലോ. എങ്ങനെയാർക്ക് സിനിമ ഒന്നും ചെയ്യണമെന്നൊന്നുമില്ല. ഫേമസ് ആക്കരുത്. ഇങ്ങനെ അലമ്പ് പിടിച്ച് നടക്കാം, ഇതാണ് പുള്ളിയുടെ പരിപാടി. അപ്പം ഞാൻ പറഞ്ഞു മുടി വെട്ടാന്ന് പറഞ്ഞു. അയ്യോ ഞാൻ എന്ത് കഷ്ടപ്പെട്ട് ഞാൻ ഇത്രയും വളർത്തിയെന്ന് പറഞ്ഞിട്ട് ചെയ്യിക്കൂല. ഞാൻ പുള്ളി അതിന് പറയുന്ന സൊല്യൂഷൻ അറിയാം, നമുക്ക് ക്രീമൊക്കെ ഇട്ട് ഒതുക്കിയിരാം, അതൊക്കെയാണ് പറയണത്. അപ്പം ഞാൻ എന്നിട്ട് ലാലുവാണ് നമ്മുടെ മേക്കപ്പ് മാൻ, ലാൽജിയോട് പറയും അറിയാതെ അങ്ങ് വെട്ടിക്കോ, എന്നിട്ട് നമുക്ക് അതിന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷേപ്പൊക്കെ ആക്കാം. ഇങ്ങനെ പറഞ്ഞ് കളിച്ച് ഒരു വിധത്തിന് കുറെ വെട്ടിച്ചു. എന്നിട്ട് ഇങ്ങേര് ഇത്ര കോൺഷ്യസ് ആയ ഞാൻ പ്രാന്തനാന്ന് പറയേണ്ട റീസൺ ഞാൻ പറയാം. പ്രാന്തനെന്ന് പറയേണ്ട ഒരു റീസൺ ഞാൻ പറയാം. ഇങ്ങനെ ഇതിനൊക്കെ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നല്ലോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ വെട്ടണമെന്നുണ്ടായി. പിന്നെ എനിക്ക് പറയാൻ ഒരു മടിയായി. അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ തൊപ്പിയിൽ ഫിക്സ് ചെയ്യാം. അങ്ങനെ തൊപ്പി കൊടുത്ത് ഇങ്ങനെ പരിപാടിയൊക്കെ ചെയ്യാം. എന്നിട്ടോ ഷൂട്ടിൻ്റെ ലാസ്റ്റ് ദിവസേ ഞാൻ നോക്കുമ്പോൾ ഇയാള് മറ്റേ മേക്കപ്പാനെ വിളിച്ചുകൊണ്ട് പോയിട്ട് മുടി മൊട്ടയടിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ സമയത്ത് ഓരോ പ്രാന്ത്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ മൊട്ടയടിച്ചു തന്നെ. ഇതെങ്ങാനും ആദ്യത്തിൽ ഇങ്ങനെ കിളി പാറി ഇങ്ങനെ തോന്നിയിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു. എന്നിട്ട് അവിടെ ഇയാൾക്ക് ആ സമയത്ത് ഇയാൾക്ക് ആരോടൊക്കെ കമ്മിറ്റ്മെന്റ് ഉണ്ടാവാം, അതുകൊണ്ടായിരിക്കാം അവര് വല്ല ലേഡീസും ഉണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ, ഗേൾ ഫ്രണ്ട്സ്. കുടുംബം മാത്രമുള്ള നിങ്ങൾ കലക്കാത്തത്. നമസ്കാരം. തമാശയ്ക്ക് ശേഷം നവാസ് പള്ളിക്കുന്നും വിനയ് ഫോർട്ടും ഒന്നിക്കുന്ന സിനിമ പറഞ്ഞോളൂ. അത് പ്രേക്ഷകർ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ കണ്ടൊരു ഞാൻ ചോദിക്കുന്നുണ്ട്, ഞാൻ തന്നെ വിനയം വിളിച്ചു ചോദിക്കും. വിനയ എല്ലാവരും ചോദിക്കുന്നുണ്ട്, തമാശ കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരുമിക്കുന്നില്ല. വിനയം പറയും എനിക്ക് അതിന് ഒഴിവുണ്ടോ, ഞാനാണെങ്കിൽ ഏത് ഹോട്ടലായിട്ടോ അത് ചെറിയ ചെറിയ ക്യാരക്ടർ നമ്മൾ വരുന്നത്. അപ്പോ വിനയാണ് ഭയങ്കര സെലക്റ്റീവാ. അങ്ങനത്തെ ഒരു പടം ചെയ്താൽ മതി കൊല്ലത്തില്. അപ്പൊ ഇത് ആഗ്രഹം സഫലീകരിക്കാൻ പോവാ പെരുമാനിലൂടെ. തമാശക്ക് ശേഷം ഈ പറയുന്ന പോലെ ഒരു തമാശ എന്ന് പറഞ്ഞ സിനിമക്ക് ഒരു മൂല്യം ഉണ്ടല്ലോ. തമാശ എന്ന് പറഞ്ഞ സിനിമ ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അതുപോലെ നമ്മൾ വീണ്ടും ഒരുമിക്കുമ്പോൾ അത്ര തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയിൽ ഒരുമിക്കാൻ പറ്റി എന്ന് പറയുന്നതാണ്. അതും നമ്മളാ തമാശയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രണ്ട് കഥാപാത്രങ്ങളായിട്ട്. സണ്ണിയായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? സണ്ണിയായിട്ട് ഇങ്ങനെ കോമ്പിനേഷൻ മസാല റിപ്പബ്ലിക് എന്ന് പറഞ്ഞ സിനിമ, പക്ഷെ കോമ്പിനേഷൻസ് ഇല്ലായിരുന്നു. അറിഞ്ഞില്ലെന്നോ? ഞങ്ങൾ അറിഞ്ഞില്ല. എനിക്ക് തോന്നുന്നു ഇതിലെ ലാംഗ്വേജ് കുറച്ച് പ്രത്യേകതകളായിട്ട് എനിക്ക് തോന്നിയിരുന്നു ടീച്ചർ കണ്ടപ്പോൾ. നവാസ്ക നിങ്ങളെ ലാംഗ്വേജ് മോഡുലേഷൻ പഠിപ്പിക്കുകയും ചെയ്തിരുന്നോ? ആ ഒരു സ്ലാങ് അവൻ തന്നെ വൃത്തിക്ക് പറയല്ല, പിന്നെ ഇനി മറ്റുള്ളവർ പഠിപ്പിക്കണേ. അല്ലല്ല ഇത് വേറെ കേട്ടോ, അല്ല ഞാൻ പറഞ്ഞല്ലോ അതെന്താന്നറിയോ, ഈ ആ സമയത്ത് അല്ല അതായത് എന്താ അല്ല അതിനൊക്കെ പല കാര്യങ്ങളും ഞാനകത്ത് ഒരു രീതിയിൽ പ്രൊഡക്ഷനിൽ ഭാഗമാണ്. അപ്പൊ ഈ അല്ലല്ല അപ്പൊ പൈസ സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ അത്തരത്തിലൊക്കെ പലതും പറഞ്ഞിട്ടുണ്ടാവാം. എനിക്ക് വേറെ ആർട്ടിസ്റ്റ് ഇല്ലടാ, ഇന്നെ കണ്ടിട്ട് ഇത് ഇങ്ങനൊരു സംവിധായകൻ ലോകത്ത് ആദ്യമായിട്ടാണ്. ഞാൻ 65 സിനിമ ചെയ്തു. ചില ഷോട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ, ചില ഷോട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും. അത് എപ്പോഴും സംഭവിക്കുന്നില്ല. മജു പറയും നീലക്കുറിഞ്ഞു പൂത്ത പോലെയാണെന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ഷോട്ട് കൊടുത്തിട്ട് നമ്മൾ തിരികെ വന്നു കഴിയുമ്പോഴും പുള്ളി ഈ എക്സ്പ്രഷനായി തരുന്നു. അല്ലെങ്കിൽ വിജിലേഷ് കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ ഈ തുഴഞ്ഞ് എന്നൊക്കെ പറയും. നിനക്ക് ആദ്യത്തെ പടം ആയതുകൊണ്ടാ, ഞാൻ മൂന്നാമത്തെ പടം. ഇല്ല അപ്പനെ കഴിഞ്ഞപ്പോ എന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. മറ്റേ കള്ളു കുടിക്കുന്ന സ്ഥലത്ത് സ്റ്റെപ്പിലൊക്കെ ഇരുന്നുള്ള പുള്ളിയുടെ പെർഫോമൻസ് കണ്ട് നമ്മുടെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്. അല്ല അതെന്താന്നറിയോ, കണ്ണ് നിറയെ ഒരു കാര്യമുണ്ട്. ഒരു പേജ് 1.5 പേജ് ഉണ്ട് ആ ഡയലോഗ്. ഞാൻ വിചാരിച്ചെന്ന് ഒരു 3 ദിവസം ചിലപ്പോൾ ഇതായിട്ട് പോവും എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ പുള്ളി ഫസ്റ്റ് ടേക്കിന് തന്നെ റെഡിയായി. അത് എങ്ങനെ പഠിച്ച് എങ്ങനെ പറയുന്നത് എനിക്കറിയാമല്ല. പുള്ളി അത് രസമാക്കി. പിന്നെ എൻ്റെ ഒരു കോൺഫിഡൻസിന് വേണ്ടി ഞാൻ 1-2 പ്രാവശ്യം വീണ്ടും ചെയ്യിച്ചെന്നുള്ളൂ. ഇനി എന്തെങ്കിലും ഒരു ആ സമയത്ത് നമുക്ക് വേറൊരു മോഡുലേഷൻ കിട്ടിയാലോ, അത് ഇങ്ങനെ കൊണ്ട് ഞാൻ 8-10 പ്രാവശ്യം ചെയ്യിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻജോയ് ചെയ്തു എന്നുള്ളതാണ്. നമുക്ക് ഈ ആത്യന്തികമായിട്ട് നമുക്ക് എന്താ വേണ്ടത്? ഏറ്റവും നല്ല ഷോട്ടാ വേണ്ടത്, ഏറ്റവും നല്ല ടേക്കാ വേണ്ടത്. അപ്പൊ ആ ടേക്കിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്ത് സാക്രിഫൈസ് ഓക്കെയാണ്. അപ്പൊ മജുവായിട്ടുള്ളതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മജുവിന്റെ മുമ്പിൽ നമുക്ക് ഒളിമറകളൊന്നുമില്ലല്ലോ, നഷ്ടപ്പെടാനൊന്നുമില്ല.
അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവും. നമുക്ക് ഒരു സീനിയർ ഫിലിം മേക്കറൊക്കെ ആണെങ്കിൽ നമ്മൾ ആലോചിക്കും, അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മറ്റേ വികൃതമായാലോ എന്നൊക്കെ ആലോചിക്കും. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു പക്ഷേ പുള്ളിക്ക് വേണ്ട തരത്തിലായിരിക്കില്ല എന്നൊക്കെ. മജുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴുള്ള പരിപാടി എന്ത് തറവേലകളും ചെയ്യാം. പ്രത്യേകിച്ച് എൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ നേച്ചർ അനുസരിച്ച് കുറച്ചും കൂടെ ലൗഡായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഏത് എക്സ്ട്രീം വരെ പോലും മടിയുണ്ടായിരുന്നില്ല. ചിലപ്പോൾ കഴിയുമ്പോൾ പറയും നല്ല ബോറായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയും. പക്ഷെ എന്നാലും നമ്മളത് ബാധിക്കുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എത്ര റീടേക്കുകൾക്കും നമ്മൾ ഓക്കെ ആയിരുന്നു. ഈ നാടകത്തിന്റെ ഒരു പശ്ചാത്തലമുള്ളത് ലൗഡായിട്ടുള്ള റോളുകൾ കുറച്ച് കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരുപാട് നല്ല റിയലിസം ബോറടിച്ചിട്ടുണ്ടെന്നുള്ളൂ. നമ്മൾ ഒരേ തരം അഭിനയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലല്ലേ നമ്മളും ബോറടിക്കും, കാണുന്ന ആളുകൾ അതിൽ കൂടുതൽ ബോറടിക്കും. അപ്പം ഈ റിയലിസ്റ്റിക് ആക്ടിങ് അല്ലാണ്ട് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതിൻ്റെ അന്വേഷണം നടക്കുമ്പോഴാണ് പെരുമാനിയായിട്ട് ഈ സാറ് വരുന്നത്. അപ്പോൾ ഇയാൾ ഒട്ടും റിയലിസ്റ്റിക്. പിന്നെ നമ്മൾ എന്ത് ലൗഡായാലും ഈ ആത്മാവ് വേണം, പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിരിക്കണം. അല്ലാണ്ട് വെറുതെ ഒച്ചപ്പാട് മാത്രമായി കഴിഞ്ഞാൽ അത് ഭയങ്കര അരോചകവും. മീറ്റർ ഒരു ലെവൽ വിട്ട് കഴിഞ്ഞാൽ അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അതായത് പെർഫോമൻസിൻ്റെ പ്രശ്നം. ഇപ്പോൾ ഈ പെരുമാനിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര റിസ്ക്കാണ്. അതായത് ഭയങ്കര സറ്റയറായിട്ടുള്ള ഒരു പരിപാടിയാണ്. എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര സറ്റയറായിട്ടുള്ള. അപ്പം നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മീറ്ററിൻ്റെ മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര അരോചകമാവും, അത് താഴെ പോയാൽ ഭയങ്കര റിയലിസ്റ്റിക് ആവും. അപ്പോൾ അതിൻ്റെ കൃത്യമായ ഒരു മീറ്റർ നമുക്ക് ഉണ്ടായിരുന്നു. അതിന് കുറേ റെഫറൻസസ് നമുക്ക് ഉണ്ടായിരുന്നു, മനസ്സിലുണ്ടായിരുന്നു. ഇതിൽ ഇപ്പോൾ ഞാനിപ്പോൾ പറയുമായിരുന്നു, ഇപ്പോൾ ഗോപിച്ചേട്ടൻ്റെ ഒരു സിനിമ മറ്റ് സാധാരണ സിനിമകളിലൊക്കെ അദ്ദേഹം ചെയ്യുന്ന വളരെ സട്ടയറായിട്ട് ചെയ്യുന്ന സിനിമ, പക്ഷേ പുള്ളി പഞ്ചോടി പാലെത്തുമ്പോഴത്തേക്കും വേറൊരു പരിപാടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ജഗതി ചേട്ടൻ്റെ കുറേ കഥാപാത്രങ്ങൾ, ഇപ്പോൾ വിനയിൻ്റെ കുറേ മാനറിസങ്ങളൊക്കെ നമ്മൾ എഴുതുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലേക്ക് വരുന്നത് അത്തരത്തിലുള്ള കുറേ കഥാപാത്രങ്ങൾ നമുക്ക് മനസ്സിലേക്ക് വരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സണ്ണിയുടെ കേസിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സണ്ണിയാണ് ഈ കഥാപാത്രം. ഈ ഇതിനകത്ത് ഈ പെരുമാനിയിലെ ആകെ ഒരു ബോധം ഉള്ളൊരു മനുഷ്യൻ, ബാക്കി എല്ലാത്തിനും ഒരു കിളിപോയ ആൾക്കാരാണ്. ഈ ആകെ ഉള്ളൊരു ബോധമുള്ളൊരു മനുഷ്യൻ ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാം ഭയങ്കര നന്മയുള്ളൊരു മനുഷ്യൻ, എല്ലാത്തിനെയും നല്ലൊരു പോസിറ്റീവായിട്ട് നോക്കി കാണുന്ന ആള്. ഇയാളുടെ റിയൽ ലൈഫായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. അപ്പോൾ സണ്ണിയുടെ ഒരു മിനിമൽ ഒരു പരിപാടിയിലാണ്, ഭയങ്കര എക്സ്ട്രീം അല്ലാത്തൊരു, പക്ഷെ ചില സ്ഥലത്ത് ഇയാൾ പൊട്ടി തെറിക്കുന്നുണ്ട്, എന്നാലും വളരെ ഇങ്ങനെ ഒരു മിനിമൽ. ബാക്കി എല്ലാവരും ഇങ്ങനെ കുറച്ച് മേളിലേക്ക് കയറി നിൽക്കുന്ന കഥാപാത്രങ്ങളാണ്. എങ്ങനെ സാധിക്കുന്നു? അപ്പൻ്റെ ജൂഞ്ഞ് വന്നു, അത് കഴിഞ്ഞ് PPL വന്നു. ഇത് രണ്ടിൻ്റെ ഒരു തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ ഇതും വരുന്നു. അപ്പോൾ കോമഡി കുറച്ച് കംഫർട്ടായി തുടങ്ങിയോ? കോമഡി ചെയ്യാൻ ഒരു ആത്മവിശ്വാസമൊക്കെ വന്നു തുടങ്ങിയോ? അങ്ങനെ ആത്മവിശ്വാസത്തിന് കുറവൊന്നുമില്ല, പക്ഷെ അതെങ്ങനെ പുറത്തേക്ക് ഇങ്ങോട്ട് വരും, അതിൽ മാത്രമേ ടെൻഷനുള്ളൂ. ആളുകൾ ഓരോ കഥാപാത്രങ്ങളല്ലേ, അപ്പോൾ അതെങ്ങനെ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ അല്ല, അതിലിപ്പോ ഒന്നാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്ടേഴ്സിന്റെ ഒരു അല്ലേ, ഡയറക്ടേഴ്സിന്റെ കുറെ കൂടി ഫിലിം മേക്കേഴ്സ് മറ്റേ ആക്ടറാണ്, എല്ലാവരും ഡയറക്ടേഴ്സ് ആക്ടറാണ്. നമുക്ക് ഡയറക്ടർ എടുത്തിട്ട് കൃത്യമായിട്ട് നമുക്കൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തോട്ട് ട്രൈ ചെയ്യാൻ പറ്റും. PPL കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ചുകൂടി അനായാസത വന്നിട്ടുണ്ട് തോന്നിയിട്ടുണ്ട്. അല്ല അതായത് ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട്, ഇപ്പൊ സണ്ണി ഇപ്പോൾ അപ്പൻ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ പറഞ്ഞു സണ്ണി ഇങ്ങനത്തെ ഒരു ഇത്തരത്തിലുള്ള ഒരു പെർഫോമർ. അപ്പോൾ ഇവരിലൊക്കെ ആക്ടർ ഉള്ളത് കൊണ്ടാണ് എല്ലാ സിനിമകളിലും ഇവർ അതൊരു ചെറിയ സീനിലിപ്പോൾ ഒരു ക്യാമറയുടെ മുമ്പിൽ ഒരാൾ ചെറുതായിട്ട് പോലും പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അയാളിൽ ഒരു ആക്ടർ ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു ഷംസും ഉണ്ട്, അവൻ എന്ത് ചെയ്താലും ചിലപ്പോൾ ഈ അത്ര ഗംഭീരം ആവണമെന്നില്ല. അപ്പൊ എന്താ പ്രശ്നം, ഞാൻ വേറെ ഒരു ഷംസു അത്യാവശ്യം നല്ല ആക്ടറാണ്. ഈ സിനിമക്ക് വേണ്ടിയിട്ട് ആജീവനാന്തം പണിയെടുക്കുന്ന ഒരാളാണ്. ഇയാളുടെ വളരെ ക്രൂരമായിട്ടുള്ള ഒരു വിനോദമാണ്. ഗ്യാപ്പ് കിട്ടുമ്പോ അയാളെ താഴ്ത്തി പറയുക. അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആ പാവപ്പെട്ടവൻ ഇവിടെ ഇല്ലാഞ്ഞിട്ട് പുള്ളിനെ തേക്കാൻ നോക്കുകയാണ്. ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ. ഈ ഷൂട്ട് കിടക്കുമ്പോൾ ഞാൻ വെറുതെ വയലിന് എന്ത് ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെ ആക്ടേഴ്സിനെ കുറിച്ചിട്ട് ഇങ്ങനെയുള്ള മതിപ്പൊക്കെയാണ്. ഞങ്ങൾ 4 പേരും കൂടെ അഭിനയിക്കുന്ന ഒരു ഷോട്ടില് പുള്ളി വെറുതെ എന്നാൽ സുഹൃത്തായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് കൗണ്ടർ അടിക്കാം കേട്ടോ. പുള്ളി കൊണ്ട് പറയണേ, ഓ ഈ 4 പോത്തുകൾ വെച്ചാണല്ലോ ദൈവമേ ഞാൻ സിനിമ ചെയ്യാൻ ഇറങ്ങിയത് അങ്ങനെ പറഞ്ഞ ആളെ. പിന്നെ ഞാൻ പറഞ്ഞു താനെ വന്ന് അഭിനയിക്കാൻ ഈസി അല്ല എന്നൊക്കെ പറഞ്ഞ ഒരാളെ ഞാൻ ഒരു തക്കം നോക്കിയിരിക്കണായിരുന്നു. ഞാൻ ഒരിക്കലും ആ മൊമെന്റ് റിയാക്ട് ചെയ്യുന്നത്. ഞാൻ ഒരു പാടത്തിന്റെ എന്തോ ഷോട്ട് എടുക്കുകയാണ്, ഭയങ്കര സീനിക്കായിട്ടുള്ള ഇവരുടെ ഫോട്ടോ എടുക്കുകയാണ് ഫോണിൽ. പിന്നെ മജു അവിടെ ഇങ്ങനെ എടോ എൻ്റെ ഒരു ഫോട്ടോ എടുക്കാനൊക്കെ പറഞ്ഞു വന്നു. ഞാൻ പറഞ്ഞു നിന്നിട്ടേ
ഞാൻ കുറച്ച് ടൈം എടുത്ത് ഫോട്ടോ എടുക്കാൻ. ഞാൻ നോക്കിയപ്പോ ഉരുണ്ട് കളിക്കാൻ അവിടെ. ഒരു ഫോട്ടോന് പോസ്റ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാതെ ഈ ചങ്ങായിയാണ് ഈ ആക്ടേഴ്സിനെ ട്രോളിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലില്ല, അപ്പൊ ഞാൻ പറഞ്ഞത്, ഞാൻ പോസിറ്റീവായിട്ട് പറഞ്ഞത്, അതായത് ഈ ആക്ടേഴ്സ് ഇപ്പോൾ ഒരു ക്യാമറയുടെ മുമ്പിൽ ഒന്ന് ഒരു ഭേദപ്പെട്ട രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അയാൾ ഭയങ്കരമായ ഒരു ആക്ടർ ഉണ്ട്. അല്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല ക്യാമറയുടെ മുമ്പിൽ. ഇതെല്ലാം പറഞ്ഞ ആക്ഷൻ കഴിഞ്ഞാൽ അവൻ വീണു പോകും ഉറപ്പായിട്ടും. അപ്പോൾ ഇവരിലൊക്കെ ഭയങ്കരമായ ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ അപ്പനിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ഇപ്പോൾ ഷൂട്ട് ചെയ്യണതിന് മുമ്പ് എനിക്ക് ഇങ്ങനെ ഫ്രഞ്ച് വിപ്ലവം പോലെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ 100% ഇയാൾ ചെയ്യുമെന്ന് നമുക്ക് കോൺഫിഡൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ഇങ്ങേരുടെ സ്ട്രെങ്ത് എന്താണെന്ന് അറിഞ്ഞിട്ട് അവരെ കൊണ്ട് പെർഫോം ചെയ്യിക്കുകയാണെങ്കിൽ, ഇപ്പോൾ സണ്ണിയൊക്കെ പെർഫോം ചെയ്യിക്കുമ്പോഴാണ്. ഇപ്പോൾ പേരല്ലൂരിൽ എല്ലാവരും ചിരിച്ചു. ഇപ്പോൾ അപ്പനിൽ ഇയാളുടെ പെർഫോമൻസിനെ എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പെരുമാനി വരുമ്പോഴും ഇങ്ങനെ എല്ലാവരും പ്രൈസ് ചെയ്യും എന്നുള്ള ഒരു ഇത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇവർ ആക്ടേഴ്സ് എല്ലാവരും നല്ല പിന്നെ ഈ ഇപ്പോൾ വിനയ് ആണെങ്കിൽ പോലും, ഇപ്പോൾ ഞാനിപ്പോൾ വിനയിനെ ഈ മറ്റൊരാളെയാണ് ഞാൻ കാസ്റ്റ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞല്ലോ. ഇയാൾ ഇങ്ങോട്ട് ഇടിച്ചു കയറി, പക്ഷേ ഇയാളോട് എനിക്ക് പറയാനുള്ള കാര്യം, ഒരു നായകനായിട്ട് സിനിമകൾ ചെയ്യുന്ന ആളെ പിടിച്ചിട്ട് ഇതൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രമാണ്. അപ്പോൾ പിന്നെ അയാളെ അതിനകത്തേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന, ഇങ്ങനെ വെച്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്ന കഥാപാത്രം തന്നെയാണ്. പിന്നീട് ഞാൻ മാറ്റിയിട്ട് വേറൊരാളേക്ക് പോയപ്പോൾ ഇയാൾ വന്നു കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. സന്തോഷം മീൻസ് ഇത് സിനിമ കഴിയുമ്പോൾ ഇപ്പോഴും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ മറ്റാളെ വെച്ച് ചെയ്തിരുന്നെങ്കിൽ ഞാൻ കുടുങ്ങിപ്പോയെന്നെ എന്ന് എനിക്ക് തോന്നുന്ന തരത്തിൽ ഇങ്ങനെ പെർഫോം ചെയ്തു. സണ്ണി ആണെങ്കിലും നവാസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ലുക്കും എല്ലാവരും, ഇപ്പോൾ ആക്ടേഴ്സ് എല്ലാവരും അങ്ങനെ തന്നെയാണ്. പിന്നെ നവാസ്ക്ക് ഇടയ്ക്ക് ഒരു ക്രൂരമുഖം കുരുതിയിൽ ചെയ്യാൻ നോക്കിയില്ലേ? ചെയ്യാൻ നോക്കിയെന്നോ? ചെയ്തു. അത്ര ഉറപ്പില്ലല്ലോ നിങ്ങൾക്കത്. ട്രൈ ചെയ്തിരുന്നു, പക്ഷെ അത് സക്സസ് ആയില്ലാന്നാണ്. അതാണ് നിങ്ങൾ പറഞ്ഞൊരു ടോൺ. എനിക്ക് ചോദ്യം മുഴുവച്ചിട്ടില്ല. മുത്താണ് മുത്ത്. അല്ല, നിങ്ങൾക്ക് 3 പേർക്കും ഇതിന്റെ സ്ക്രിപ്റ്റ്, ഈ ഡയലോഗുകൾ പറഞ്ഞ് പഠിക്കുന്ന സെഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? കാരണം അങ്ങനെ ഒരു ഉണ്ടായിരുന്നല്ലേ ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടില്ല. ഓരോ സിനിമകൾക്കും ഓരോ രീതിയാണ്, ഓരോ ഫിലിം മേക്കേഴ്സ് ചോയ്സാണ്. ഇപ്പോൾ ആട്ടം പോലെ സിനിമ ചെയ്തപ്പോൾ 30 ദിവസമാണ്, രാവിലെ മുതൽ രാത്രി വരെ പുതിയ ആക്ടേഴ്സാണല്ലോ. ഞാനും ഡയറക്ടറും ഒക്കെ കൂടി നിന്നിട്ട് ട്രെയിനിങ് സെഷൻസ് ആയിരുന്നു. എൻറ്റയർ സ്ക്രിപ്റ്റ് അവരെ പഠിപ്പിച്ച് പെർഫോം ചെയ്യിച്ച് ഷൂട്ട് ചെയ്ത് അങ്ങനെയാണ് ആ സിനിമ ഉണ്ടായത്. ഈ സിനിമക്ക് അതിൻ്റെ ആവശ്യം ഫിലിം മേക്കറിന് തോന്നിയില്ല. കാര്യം ഇത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും ഒരു പറ്റം ആളുകൾ പുതിയതുണ്ട്. എന്നിരുന്നാലും മജു വന്നാതെ 2-3 പടം ചെയ്ത് കഴിഞ്ഞ ആളാണ്. അങ്ങനത്തെ സെഷൻസ് ആയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, ഞങ്ങള് പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു. ഈ പോസ്റ്ററിൽ കുറെ ജീവികളെ കാണാം. എന്തെങ്കിലും പ്രതീകമാണോ അതോ നമ്മൾ സിനിമ കണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണോ? അത് സിനിമ ഇവിടെ കുറേ ഈ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ ഉള്ള ഒരു നാടാണിത്. അപ്പോൾ പല മിത്തുകളെയും അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മിത്തുകളുടെ ഓരോ സംഭവങ്ങൾ അത് സിനിമ കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കഥാപാത്രങ്ങളായിട്ടൊന്നും വരുന്നില്ല, ഇത് വിശ്വാസങ്ങളായിട്ട് വരും. സണ്ണി ഇങ്ങനെ ഫാന്റസിയിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ്, കഥകളൊക്കെ കേട്ട് അങ്ങനെയുള്ള ഒരാളാണ്. ഇഷ്ടമാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ളതാണ്, കുട്ടിക്കഥകള്. അതൊക്കെ ഇഷ്ടമാണ് എല്ലാവർക്കും. 2 കഥ ഇപ്പൊ കഥ പറഞ്ഞാൽ കേൾക്കും. അല്ല, പ്രത്യേകിച്ച് കുട്ടിക്കഥകളുടെ കാര്യം പറഞ്ഞു. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ വേറെ പറഞ്ഞിരുന്ന കഥകളുണ്ടല്ലോ. തീർച്ചയായിട്ടും. പിന്നെ ഈ ജീവികളുടെ കാര്യമൊക്കെ പറഞ്ഞില്ല, ഒരു റിലവൻസ് ഇല്ലാണ്ട് ഒരു ജീവി ഇതിൽ വന്നിട്ടില്ല. ഇപ്പം കാക്കയോ ആടോ മാമയോ എന്താണെങ്കിലും അതിന് കറക്റ്റായിട്ടുള്ളൊരു പേർപ്പസ് മജു തിരക്കഥയിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുറേ ട്രോളി കൊണ്ട് പറയാണ്, എനിക്ക് ഞങ്ങളൊക്കെ ഭയങ്കര ഫോർച്ചുനേറ്റ് ആണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഭയങ്കര ലക്കിയാണ് ഇതേപോലെ ഇത്ര മനോഹരമായിട്ട് എഴുതിയൊരു തിരക്കഥയിൽ വർക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത്. പെരുമാനി എന്ന് പറയുന്ന സിനിമ നമുക്ക് ഒരുപാട് ഹാപ്പിനെസ് തന്നിട്ടുള്ള സിനിമയാണ്. എൻ്റെ ഒരു ക്രിയേറ്റീവ് ജേണി ഉണ്ടല്ലോ. നമ്മൾ ഓരോ ദിവസം ഷൂട്ടിങ് കഴിഞ്ഞിട്ട് നമ്മൾ ആ പ്രോസസ്സിനെ കുറിച്ചിട്ടൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തന്ന ദിവസങ്ങളായിരുന്നു. പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്ന സിനിമകൾ റിലീസായി ആളുകൾ കാണുമ്പോൾ ആളുകൾക്കും ആ സെയിം എമൗണ്ട് ഓഫ് ഹാപ്പിനെസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഹോപ്പ്ഫുള്ളാണ് ഈ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട്. ഞങ്ങൾ എത്രത്തോളം ഹാപ്പി ആയിരുന്നു ക്രിയേറ്റീവ് ജേണിയിൽ, അതിലും കൂടുതൽ ആളുകൾ സിനിമ കണ്ടിട്ട് ഹാപ്പി ആവുമെന്നാണ് വിശ്വസിക്കുന്നത്. ഞാൻ വിനയിലേക്ക് തന്നെ വരികയാണ്. 2024 ശരിക്കും തുടങ്ങിയത് വിനയാണ്, ആട്ടം അല്ല ഐശ്വര്യത്തോടെയാണ് തുടങ്ങിയത്. അതിലൊരു ഐശ്വര്യം ഇപ്പോഴും കാണാറുണ്ട്. ആ സന്തോഷം എൻജോയ് ചെയ്യുന്നുണ്ടോ? ഭയങ്കരമായിട്ട്.
അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നടനായിട്ടുള്ളതല്ല, ആ സിനിമയുടെ ഒരു ഭാഗമായി നല്ലർത്ഥം. 10 പേരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതെ. അപ്പം അത് ഈ 10 പേര് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ആരെയോ അല്ല ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞാൻ മറ്റേ ഡിഗ്രിക്ക് ചേർന്നപ്പോൾ ഞാനൊരു തിയേറ്റർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. ആ തിയേറ്റർ ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ആദ്യമായിട്ട് കണ്ട മുഖങ്ങളാണ്. ഞങ്ങൾ അറൗണ്ട് ഒരു 18-19 ഇയേഴ്സായിട്ട് ആ സൗഹൃദം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ അവരെ ഷോക്കേസ് ചെയ്യാൻ പറ്റി. അതിൻ്റെ അപ്പുറത്തേക്ക് ആ ഷോക്കേസ് ചെയ്യപ്പെട്ട സിനിമ വളരെ നല്ല തരത്തിൽ ആളുകൾ റിസീവ് ചെയ്തു. അവിടെ പ്രതീക്ഷ ഇത് തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾ സിനിമ ഇറക്കുന്ന ഒരു ഏരിയയിൽ വലിയ സ്റ്റാർ പവറുള്ള സിനിമയുണ്ട്, വലിയ ഫിലിം മേക്കേഴ്സിൻ്റെ പടമുണ്ട്. അപ്പോൾ ആ സ്പേസിൽ ഞങ്ങൾ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഈ സിനിമയായിട്ട് വരുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ നമുക്ക് വിശ്വാസമുണ്ട്. സിനിമ വളരെ സത്യസന്ധമായിട്ട് ഉണ്ടാക്കിയെടുത്ത സിനിമയാണ്. അപ്പോൾ സിനിമയുടെ കോണ്ടന്റിൽ നമുക്ക് വിശ്വാസമുണ്ട്. സണ്ണിയുടെ എങ്ങനെയാണ് ഇനി കഥാപാത്രങ്ങൾ സെലക്റ്റീവ് ആവുന്നുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും സെലക്റ്റീവ് ആണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഇങ്ങനെ അടുത്തേക്ക് പെരുമാനി എന്ന് പറയുന്ന സിനിമ സെലക്ട് ചെയ്തില്ലേ? ഇങ്ങനെ അടുത്തേക്ക് നമ്മൾ കഥ കേൾക്കണമെന്ന് പറഞ്ഞിട്ട് പലരും വരും. അപ്പോൾ ഇങ്ങനെ അടുത്തേക്ക് വിട്ടാൽ ഇങ്ങനെ എല്ലാം ഇപ്പോൾ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പടം സെലക്ട് ചെയ്യില്ല. ഇങ്ങനെ അത്ര നല്ല പരിപാടിയാണെന്ന് മാത്രം പഠിക്കുന്നു. മടിയൊക്കെ അലസത മടി തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ട്. ഒരു സിനിമ കഴിഞ്ഞാൽ ഇത്ര ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് കഥ ഇല്ല, അങ്ങനെ ഒരു പെട്ടെന്ന് സിനിമകളൊക്കെ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നമുക്കൊരു വിശ്വാസം വരണമല്ലോ നമ്മുടെ സിനിമ ചെയ്യുമ്പോൾ. നവാസ്കാർ, കോമഡിയിൽ നിന്ന് മാറിയിട്ട് കുരുതിയാണ് കുറച്ച് എക്സ്ട്രീം ലെവൽ. കോമഡിയിൽ നിന്ന് പക്ക മാറിയിട്ട് ചെയ്തിട്ട് കഥാപാത്രം. ഈ കോമഡി ചെയ്യുന്നവർക്ക് സീരിയസ് റോളുകൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംസാരമുണ്ട്. ഒരു സീരിയസ് റോളുകളിലേക്ക് കംപ്ലീറ്റ് മാറാനായിട്ട് അങ്ങനെ എന്തെങ്കിലും മനഃപൂർവ്വമായിട്ട് ശ്രമമൊക്കെ നടക്കുന്നുണ്ടോ? അത് കോമഡി ചെയ്ത് തുടർന്ന് പോകാന്നുള്ളൊരു ചിന്തയാണ്. കാരണം കഥ ഞാൻ കേട്ടില്ല കുരുതിൻ്റെ. അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണെന്ന് അറിയുന്നത് ഞാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ആ ലുക്ക് പിടിച്ച് ആ ഡ്രസ്സൊക്കെ ഇട്ട് വന്നപ്പോൾ തന്നെ നമുക്ക് എന്തൊരു സാധനം കിട്ടി. പകുതിൻ്റെ ടാലൻറ്റും ഒക്കെ പെടായപ്പോൾ ഈ സിനിമയ്ക്കകത്ത് ഭയങ്കര ക്രൂരനാണ്. റിയൽ സ്വഭാവം. ഈ സിനിമയിൽ എന്ത് ഇമോഷന്റെയും ഔട്ട്കം ഹ്യൂമർ ആയിരിക്കണം എന്ന് സാറിന് ഒരു ഇതുണ്ടായിരുന്നു. അത് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ അരിശപ്പെടുമ്പോഴും അത് നിങ്ങൾ കാണുന്ന ആളുകൾക്ക് തമാശയായിട്ട് ഫീൽ ചെയ്യണം. നമ്മൾ ഇടിപിടിക്കുമ്പോഴും ആ തമാശയായിട്ട് ഫീൽ ചെയ്യണം. അപ്പം അവിടെയാണ് പ്രതീക്ഷ. അപ്പം അത് ഒരു കമേഴ്ഷ്യൽ എൻ്റർടൈനറിൻ്റെ സോണിലേക്ക് എത്തി ഭയങ്കര ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള സിനിമയാണ്. നവാസ് പൂർത്തിയാക്കിയില്ല കേട്ടോ. ഞാൻ എൻ്റെ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. എനിക്കറിയില്ല അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളെ. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തോളൂ വില്ലനായിട്ട്. അത് അവിടെ ചെന്നപ്പോൾ ആക്കി. ഇപ്പം കോമഡി ചെയ്യുന്ന ആൾക്കാർക്ക് വില്ലൻ വേഷം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നല്ല ചോദ്യം. അങ്ങനെയില്ല, നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ല, കോമഡിയാണ് ഏറ്റവും സീരിയസ് റോളുകൾ പെട്ടെന്ന് സീരിയസ് എന്നല്ല, ഏത് വേഷവും അവരെ കൊണ്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റും. എന്താണെന്ന് അറിയില്ല, ഞാനതേ ചെയ്തോളൂ. അധികം തേടി വരുന്നത് കോമഡി കഥാപാത്രങ്ങളായതാണോ? അല്ല, രണ്ടും മിക്സഡ് ആണ് ചെയ്യുന്നുണ്ട്. എല്ലാ വേഷം ചെയ്യും. നമ്മൾ പിന്നെ കഥ കേൾക്കാനൊന്നും നിൽക്കില്ല. നവാസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തമാശ കഴിഞ്ഞിട്ട് നവാസിൻ്റെ ഒരു ഫിൽമോഗ്രഫി എടുത്ത് കഴിഞ്ഞാൽ എത്രയോ നല്ല വേഷങ്ങൾ ചെയ്തു. പെരുമാനിയിലാണെങ്കിൽ ഇപ്പം ഞാനും സണ്ണിയൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു ക്യാരക്ടറെ പുള്ളി ചെയ്തേക്കണേ. അപ്പോൾ നവാസ് എനിക്ക് ഇപ്പോൾ കുരുതി എന്ന് പറയുന്ന ഒരു സിനിമയിൽ അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്യാനുള്ള ഒരു മനോഭാവം ഉണ്ടായിരുന്ന ഫിലിം മേക്കറിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. കാര്യം ആ ഇമേജ് ബ്രേക്ക് ചെയ്തിട്ടല്ലേ നവാസിനെ കൊണ്ട് പ്ലേസ് ചെയ്യും. നവാസ് വളരെ നല്ല ആക്ടറാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഡയറക്ടറിൻ്റെ കോൺഫിഡൻസ് ആണ്. ഇപ്പോൾ കുരുതി അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അതേപോലെയുള്ള സിനിമകളും അല്ലേ. കാരണം ഈ സിനിമ കഴിഞ്ഞിട്ട് കഥാപാത്രത്തിൽ നിന്ന് ഇറങ്ങാനൊരു ബുദ്ധിമുട്ട് തോന്നിയോ? കഥാപാത്രം നിങ്ങൾ വിട്ടുമാറാനായിട്ട്? എത്ര നല്ല ആക്ടേഴ്സ് അല്ലേ ഇവര്. എനിക്കൊരു മാസം എടുത്തു. ഡയറക്ടറിന് അറിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ട് ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. ഡയറക്ടറിന് മാത്രം അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, ഞാൻ കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് അത്യന്തികോട്ടെ ഇത് എന്റർടൈനറാണ് ഈ സിനിമ. നമ്മൾ ഈ പറയുന്ന പോലെ വളരെ കഥാപാത്രത്തിന്റെ അകത്തേക്ക് ഇറങ്ങിച്ചെന്ന് അങ്ങനത്തെ ഇമോഷണലി തകർന്നു പോകുന്ന ആളുകളൊന്നും അല്ല. നമ്മൾ ഗാലറിക്ക് വേണ്ടി കളിച്ചേക്കണാണ്. ആളുകളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിനിമ തന്നെയാണ്. ഡയറക്ടറാണ് ഇതിന്റെ ഡേ ബൈ ഡേ ഇതിനെ വീണ്ടും 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 മിനുക്കി രാഗിക്കൊണ്ടിരിക്കുന്നത് ടിൽ അതായത് ആ റിലീസിന്റെ ലാസ്റ്റ് ഡേ വരെ. അപ്പം നേരത്തെ പറഞ്ഞ പ്രകാരം പുള്ളി ഇപ്പോഴും അതിനകത്ത് തന്നെയാണല്ലോ. പുള്ളി ഇപ്പോഴും ആ സിനിമയുടെ അകത്ത് തന്നെയാണ്. ഈ സ്ക്രിപ്റ്റ് പൂർത്തി അപ്പന് മുമ്പായിരിക്കുമല്ലോ ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതി. അപ്പൻ കഴിഞ്ഞതിന് ശേഷം ഇതിലെന്തെങ്കിലും വെട്ടിത്തിരുത്തലുകൾ വരുത്തി എന്തെങ്കിലും
ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഇത് ഇത്രയും കൂടി ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അപ്പനിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്, ഈ ആവശ്യത്തിന് മാത്രം പറയുക. ഇപ്പോൾ ഈ സിനിമയ്ക്ക് വേറൊരു സ്വഭാവം ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ നമ്മൾ ഓരോ സിനിമയിൽ നിന്ന് ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് കൃത്യമായ ഒരു സമയത്തേക്ക് നമ്മൾ ചുരുക്കിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടകരമാക്കും. ഒരുപാട് നല്ല കഥകൾ ഉപകഥകളൊക്കെ നമുക്ക് കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു സീരീസിനുള്ള ഒരു ലെങ്ത്തുള്ള ഒരു സബ്ജക്റ്റായിരുന്നു ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ ചുരുക്കിയിട്ടുണ്ട് എന്ന് മാത്രം, അല്ലാതെ വേറെ കഥാപരമായിട്ട് സ്പോട്ടിൽ അങ്ങനെ ചെയ്യാറില്ല. എനിക്കത് ധൈര്യമില്ല. കാര്യം എന്ന് വെച്ചാൽ എനിക്കതിന് പേടിയാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ പെട്ടെന്ന് എടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ ചിലപ്പോൾ പാളിപ്പോയേക്കാം. നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുമ്പോൾ അതിന് കൃത്യമായ ഒരു കൃത്യത ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അവിടെ സെറ്റിലൊന്നും ഒരു റിസ്ക് എടുക്കാറില്ല. അങ്ങനെ ഒമ്പൻ ഐഡിയാസ് ഒക്കെ കൊടുത്തിട്ട് പുറംകാലം കൊണ്ട് അടിച്ചു കളഞ്ഞു. ഈ സിനിമയിൽ വേണ്ടാന്ന് പറഞ്ഞു. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അത് ഒരു ഫിലിം മേക്കറിൻ്റെ ചോയ്സാണ്. ഓൾറെഡി അത് വെൽ റിട്ടേൺ സീനാണ്. പുള്ളിക്ക് അതിനെ കുറിച്ച് വളരെ കൃത്യതയുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിലേക്ക് നമ്മൾ കോൺട്രിബ്യൂഷൻ ആയിട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ സന്തോഷം. പടം കാണാൻ പറഞ്ഞില്ല ആളുകളോട്. അപ്പോൾ പെരുമാനി പറഞ്ഞ ഒരു സിനിമ വളരെ വ്യത്യസ്തമാണ്. മെയ് 10 ഇറങ്ങുന്നുണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. കാര്യം ഒരുപാട് ഇപ്പം മലയാള സിനിമയുടെ ഒരു ഗോൾഡൻ പീരീഡാണ്. ഒരുപാട് നല്ല സിനിമകൾ വന്നു, ഒരുപാട് ഗംഭീര സിനിമകൾ വരാനിരിക്കുന്നു. അതിൻ്റെ ഇടയിലാണ് നമ്മൾ പെരുമാനിയായിട്ട് വരുന്നത്. പെരുമാനി ഡെഫിനറ്റ്ലി ഗംഭീര സിനിമയാണ്. അറ്റ് ദ സെയിം ടൈം ഇതിന് ഭയങ്കര സ്റ്റാർ പവറോ ഒരു സ്റ്റാർ ഡയറക്ടറോ ഒന്നുമില്ല. പക്ഷെ സിനിമയിൽ നമുക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. എന്നും നല്ല സിനിമകൾ സ്വീകരിച്ചിട്ടുള്ള മലയാളികളാണ്. അപ്പോൾ ഏറ്റവും അടുത്ത ദിവസം മെയ് 10 പടം ഇറങ്ങുമ്പോൾ ഏറ്റവും അടുത്ത ദിവസം പോയിട്ട് പടം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സിനിമക്ക് കുറച്ചും കൂടി നല്ല റണ്ണുണ്ടാവും. മജുവിൻ്റെ ഭാഗത്തുനിന്ന് ഗംഭീര സിനിമകൾ ഇനിയും ഉണ്ടാവും. നമ്മൾ തമാശയൊക്കെ പറഞ്ഞെങ്കിലും ഭയങ്കര വിഷനുള്ള റൈറ്ററാണ്, ഡയറക്ടറാണ്. അപ്പോൾ തീർച്ചയായിട്ടും മെയ് 10 എന്ന് പറയുമ്പോൾ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ പോയിട്ട് സിനിമ കാണുക, സിനിമ വിജയിപ്പിക്കുക. അപ്പോൾ അത് തന്നെയാണ്, അവിടെ തന്നെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. മെയ് 10 പെരുമാനി റിലീസാവാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക, ആസ്വദിക്കുക. ഇവരെ കൂടുതൽ ഈ ഒരു കൂട്ടുകെട്ടിൽ ഇനിയും കൂടുതൽ സിനിമകൾ വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഹൃദയം നിറഞ്ഞ് ആശംസിക്കുകയാണ്. താങ്ക് യു.